ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ചിപ്പിയാണെങ്കിൽ ഇഷിതെടുത്ത് മഹേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഡാഡിക്കും അമ്മക്കും നാളെയല്ലേ ടൂർ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയണ്ട്, ചിപ്പി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ ഇപ്പൊ ടെൻഷൻ ആവണ്ട, എന്തുപറ്റി നിങ്ങളപ്പോ ടൂർ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട്, മോളെ ഞങ്ങൾക്ക് എല്ലാത്തിനേക്കാളും വലുത് നീയാണ്. നീ ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുമ്പോ അമ്മക്കും ഡാഡിക്കും ടൂർ പോകാൻ സാധിക്കോ? ഞാൻ കാരണം നിങ്ങളുടെ ടൂർ മുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ്. മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ വിചാരിക്കണത്? നോക്കും, ഈ ടൂറിനെക്കാളും ട്രിപ്പിനെക്കാളൊക്കെ ഞങ്ങൾക്ക് വലുത് മോളല്ലേ. പിന്നെ മോളുടെ അസുഖങ്ങളൊക്കെ മാറട്ടെ, ഞാനും ഡാഡിയും മോളും കൂടി നല്ല അടിച്ചു പൊളിച്ചു ഒരാഴ്ചത്തേക്ക് ഒരു ടൂർ പോകും അല്ലേ മഹേഷേ? അതെ അതെ എന്ന് പറയാണ്. എങ്കിലും ഞാൻ കാരണം ടൂർ മുടങ്ങിയല്ലോ. പാവം പ്രിയാമണി അമ്മൂമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. മോളിപ്പോ മറ്റുള്ളവരുടെ വേദനയെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. മോളുടെ കാര്യം നോക്ക്. മോൾക്കിപ്പോ നല്ല റെസ്റ്റാ വേണ്ടത്, അധികം സംസാരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് നേഴ്സ് വരുവാട്ടോ. അതെ, ഒരു ഇഞ്ചക്ഷൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇഷിത പറയണ്ട, മോളെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ, വേദനിക്കില്ലല്ലോ അല്ലേ? അതെ, ഇഷിതാമ്മ ഇഞ്ചക്ഷൻ എടുത്താൽ എനിക്ക് വേദനിക്കില്ല, ഈ സിസ്റ്റർ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറയണം. അപ്പൊ ഇഷിത മഹേഷിന്റെ മുഖത്തേക്ക് നോക്കണ്ട, മഹേഷിന് ചിരി വരുവാട്ടോ. മഹേഷ് എന്തിനാ ചിരിക്കുന്നത്? താൻ മോൾക്ക് ഇഞ്ചക്ഷൻ വെക്കോന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്, തന്നെ കൊണ്ട് അതിനെ പറ്റില്ലടോ. ചിപ്പിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും ചിപ്പി പറയണ്ട, ആണോ അമ്മയ്ക്ക് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തരാൻ പറ്റത്തില്ലേ? മോളെ അത് എനിക്ക് പറ്റില്ല മോള് വേദനിക്കണത് കാണാൻ എനിക്ക് പറ്റില്ല. ഓ ശരി, എങ്കിൽ ഈ നേഴ്സിനെ എടുത്താൽ മതി എന്ന് പറയണം. അങ്ങനെ നേഴ്സ് സൂചി എടുത്തിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് ചിപ്പിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ സൂചി ഇങ്ങനെ എടുക്കാട്ടോ. അത് കാണുമ്പോൾ തന്നെ ഇഷിത കണ്ണിങ്ങനെ അടച്ചിങ്ങനെ പിടിക്കുകയാണ്. അപ്പോഴേക്കും ചിപ്പി ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകട്ടോ. പക്ഷെ ഇഷിതക്കാണ് വേദന ഫുള്ളും. ഇഷിത ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴേക്കും സിസ്റ്റർ പറയണ്ട്, ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞു കേട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും ചിപ്പി പണ്ട, അയ്യേ ഈ അമ്മ വെറുതെ പേടിച്ചു, ഞാൻ പേടിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇഷിതയുടെ കണ്ണ് നിറയാണ്. മോൾക്കൊരു ഉറുമ്പ് കടിച്ചാൽ പോലും അമ്മക്ക് വേദനിക്കും, എനിക്കറിയാലോ അമ്മേ, എനിക്കൊരു പ്രശ്നമില്ല. ഇത് കാണുമ്പോൾ അമ്മക്കൊണ്ട് അടിക്കാ പ്രശ്നം എന്ന് പറയണം. മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ദേ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയണം. ശരി എന്ന് പറയണ്ട. അങ്ങനെ നിഷിത ചിപ്പിക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. മഹേഷിനോട് പറയണ്ട, മഹേഷിന്റെ ലീവ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തോ, ഞാനും ലീവ് ക്യാൻസൽ ചെയ്യാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ഇപ്പൊ ഇഷിതടുത്ത് ചിപ്പി പറയണ്ട, വേണ്ട നിങ്ങൾ ലീവ് ഒന്നും ക്യാൻസൽ ചെയ്യണ്ട, നിങ്ങൾ എന്തായാലും നാളെ തന്നെ ടൂർ പോകണം എന്ന് പറയുമ്പോൾ മോളിനെ നിർബന്ധിക്കരുത്, ഇത് ഞാനും നിന്റെ അച്ഛനും കൂടി എടുത്ത തീരുമാനമാണ് എന്ന് നിഷിത പറയുമ്പോൾ ചിപ്പിക്ക് വല്ലാത്ത വിഷമമാവുന്നു കേട്ടോ. മഹേഷ് പറഞ്ഞു, മോളെ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്തു, എനിക്ക് വർക്ക് ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പോവാ, മോളുടെ അമ്മ ഇവിടെ തന്നെയല്ലേ ഡ്യൂട്ടി ചെയ്യണത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് മോളുടെ അടുത്ത് വരുകയും ചെയ്യാലോ എന്ന് പറയണം. ഇഷിത പറയണ്ട്, മഹേഷ് വർക്ക് ചെയ്തോ, ഞാൻ ഒന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങുന്നു കേട്ടോ. മഹേഷ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആദ്യമാണെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ചിപ്പിനെ കാണുന്നില്ല കേട്ടോ. അപ്പൊ ചക്കിയും കിരണും വരുന്നുണ്ട്. അവരോട് ചോദിക്കണ്ടേ, ഇന്ന് ചിപ്പി വന്നില്ലേ? ആഹാ, അപ്പൊ ആദ്യമായിട്ടൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ആ ക്ലാസ് ടീച്ചറോടെ അവളുടെ ഡാഡി വിളിച്ചു പറഞ്ഞായിരുന്നു. എന്ത്? ചിപ്പി ഇന്നലെ വീണുന്ന്, തല പൊട്ടിയെന്ന്, ഹോസ്പിറ്റലാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഡിസ്ചാർജ് ആവുമായിരിക്കും. ആണോ? എന്നിട്ട് എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അത് വേറൊന്നുമല്ല, രാത്രി പറ്റിയതാണല്ലോ, പിന്നെ ആദ്യമായിട്ടെന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ചിപ്പിയുടെ ഡാഡിയും മമ്മിയും അത് പറയാതിരുന്നെന്ന് പറയാണ്. എങ്കിലും അവൾക്ക് അപകടം പറ്റിയല്ലോ, എന്തിനാ ആദ്യം ഇങ്ങനെ വിഷമിപ്പിക്കണത്? അവൾക്കൊരു കുഴപ്പമില്ല, നീ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കണ്ടോ, അല്ലെങ്കിൽ ഇന്ന് അവളെ ഡിസ്ചാർജ് ആവില്ലേ, വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ കാണാലോ, നീ നിന്റെ ഡാഡിയുടെ വീട്ടിലേക്ക് പോ, അവൾ അവിടെ ഉണ്ടാകും എന്ന് പറയാണ്. എനിക്ക് ഇന്ന് എന്തായാലും പോകണം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളൊന്ന് ഫോൺ ചെയ്യണം എന്ന് പറയാണ്. ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ രചന അടുത്ത് പറയണ്ട, മമ്മി ഒരു സംഭവം ഉണ്ടെന്ന് പറയാണ്. എന്താ ആദ്യം ചോദിക്കുമ്പോഴേക്കും അത് ചിപ്പി വീണു അമ്മേ, അവള് ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോഴേക്കും രചന ഒന്നും അറിയാത്ത പോലെ, അയ്യോ എന്റെ പൊന്നുമോള് വീണോ? അയ്യോ ഞാൻ സ്വപ്നം കണ്ട പോലെ നടന്നല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ആദ്യം, എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ അറിയും. ഈശ്വര, എന്റെ പൊന്നുമോള് വീണല്ലോ, ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്തിനും കുഴപ്പമുണ്ടോടോ ആദ്യം? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്, എനിക്ക് അവളൊന്ന് വിളിക്കണം അമ്മ എന്ന് മമ്മി എന്ന് പറയുമ്പോഴേക്കും ഫോൺ വിളിക്ക് എന്ന് പറയാണ്. അങ്ങനെ ആദ്യം ഫോൺ എടുത്തിട്ട് മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കാട്ടോ. ഹലോ ഡാഡി. ആദ്യം മോനെ പറ, ചിപ്പിക്ക് എങ്ങനെയുണ്ട് ഡാഡി എന്താ എന്നോട് പറയാതിരുന്നത്? ചിപ്പിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ, അവള് അറിയാതെ തലയൊന്ന് വാതിൽ ഇടിച്ചു കൊണ്ടതാണ്, അപ്പൊ ബോധം പോയി. അപ്പൊ ഹോസ്പിറ്റലിൽ ഇഷിത വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടത്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാണ്. എന്നാലും അവൾക്ക് ഈ അപകടം പറ്റിയല്ലോ, അവൾ അടുത്തുണ്ടോ ഡാഡി? ഉണ്ടല്ലോ എന്ന് പറയണം. ശേഷം ചിപ്പിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. മഹേഷിന് ചെറുതായിട്ടൊരു സംശയം പോലെ, ചിപ്പി വീണത് വെറുതെ ആവില്ല, എന്തോ കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെ മഹേഷ് വേഗം തന്നെ ചിപ്പി എടുത്ത് മോള് സംസാരിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാട്ടിട്ട് അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം ആദ്യം ചോദിക്കേണ്ടത്, ചിപ്പി നിനക്ക് എന്താ ചിപ്പി സംഭവിച്ചത്? നീ അങ്ങനെ അശ്രദ്ധമായിട്ട് ഇങ്ങനെ നടക്കാറൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇത് സംഭവിച്ചത് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ ചിപ്പി പറയണ്ട, അത് ആദ്യമായിട്ടാ, ഞാൻ സത്യം ആദ്യമായിട്ടോണ്ട് മാത്രം പറയാം, ഇവിടെ ഡാഡി ഇപ്പൊ പുറത്തു പോയിരിക്കുക, അതുകൊണ്ട് ആദ്യമായിട്ടോണ്ട് മാത്രം ഞാൻ സത്യം പറയാം, ഞാൻ വേറെ ആർക്കും ഇത് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും. എന്താ ചിപ്പി, എന്താണെങ്കിലും നീ പറ എന്ന് ആദ്യം പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട്, അത് ആദ്യമായിട്ടാ, ഞാൻ
ഇന്നലെ വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്ത് ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും അപ്പ വന്നിരുന്നു. അപ്പയോ? അതെ, മഞ്ജിമാപ്പ. ആ, ആദ്യമായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഡാഡിയുടെ ചേച്ചിയാ. എന്നിട്ട് അത് മഞ്ജിമാപ്പ എന്നോട് പറഞ്ഞു, അമ്മയും അതുപോലെ തന്നെ ഡാഡിയും കൂടി ടൂറ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അവിടെ ടൂറ് പോകാൻ സമ്മതിക്കരുത്. അമ്മ വേറൊരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്നെ വേണ്ടാതാവും, എൻ്റെ ദേഹത്തൊക്കെ ചട്ടുകം പഴിപ്പിച്ച് വെക്കും, അങ്ങനെ കുറേ പറഞ്ഞു എന്ന് പറയണം. ആ ദേഷ്യത്തിന് ഞാൻ അപ്പനെ കുറേ മാന്തിയും പിച്ചിയൊക്കെ ചെയ്തു. അതിൻ്റെ ആ ദേഷ്യത്തിന് എന്നെ ഇറങ്ങി ഓടിയപ്പോഴാണ് തല ഇടിച്ചു കൊണ്ടേന്ന് പറയാണ്. ഹോ, നിന്റെ അപ്പ എന്തൊരു സാധനമാണ്. ഞാനെന്തായാലും അവരെ വെറുതെ വിടില്ല, ഞാനിതുവരെ അവരെ കണ്ടിട്ടില്ല, അവരെ കാണട്ടെ. അപ്പ മാത്രമല്ല ആദ്യേട്ടാ, ഇതിന് പിന്നിൽ മമ്മിയും ഉണ്ട്. മമ്മിയോ? അതെ, അപ്പ ഇടക്ക് മമ്മീനെ വിളിച്ച് സംസാരിക്കണതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഈ ട്രിപ്പ് എങ്ങനെയും മുടക്കാൻ വേണ്ടി മമ്മിയും പറഞ്ഞായിരുന്നു. ഓഹോ, അപ്പൊ മമ്മി ഇതിന് പുറകിലുണ്ടല്ലേ? എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ അനിയത്തിന് ഈ അവസ്ഥയെ കിടത്തിയ അപ്പയാണെങ്കിലും മമ്മിയാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. വേണ്ട ആദ്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകും. ഡാഡി ആണെങ്കിൽ എന്നോട് കുറെ പ്രാവശ്യം ചോദിച്ചു എങ്ങനെയാ സംഭവിച്ചത്. ഞാൻ ആർത്തും പറഞ്ഞിട്ടില്ല. ശരി മോളെ, നീ ഫോൺ വെച്ചോ എന്നൊക്കെ പറയണ്ട്. ആദ്യക്ക് ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് രചനയോട് ചോദിക്കണ്ട്, മമ്മി എന്താ പറഞ്ഞത്? ചിപ്പി വീണത് മമ്മി സ്വപ്നത്തിൽ കണ്ടതാണ്, മമ്മി അറിഞ്ഞിട്ടേ ഇല്ലെന്നല്ലേ? അതേ മോനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്ക് മനസ്സിലായി മമ്മിയുടെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. മമ്മി ആ അപ്പയും കൂടി മഞ്ജുമപ്പയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ചിപ്പിനെ വീഴ്ത്തിയല്ലേ? എന്റെ മോളെ, ഞാൻ അങ്ങനെ വീഴ്ത്തു മതി? നീ എന്തൊക്കെയാണ് ഈ പറയണത്? എനിക്കെല്ലാം മനസ്സിലായി. എന്തായാലും ഞാൻ അവരെന്ന് ആദ്യം കാണാൻ പോട്ടെ. ആ അപ്പേനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, 2 വർത്താനം എനിക്ക് പറയാനുണ്ട് എന്നൊക്കെ ആദ്യം പറയാണ്. ശേഷം ആദി തിരിച്ചു ഒരു ദിവസം മഹേഷിന്റെ വീട്ടിലേക്ക് പോകേണ്ട ചിപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ മഞ്ജുമ വടി പോലെ നിൽക്കുന്നു കേട്ടോ. മഞ്ജുമയുടെ അടുത്ത് പോയിട്ട് ആദിക്കുട്ടാ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ കളിപ്പിക്കാൻ പോകുമ്പോഴേക്കും, മിണ്ടരുത് നിങ്ങൾ, ചിപ്പി വീണതിന്റെ രഹസ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോ. ഇഷിതാമനെ പുറത്താക്കാനല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അത് നടക്കാൻ പോണില്ല. എന്നിട്ട് എന്റെ മമ്മീനെ ഇവിടെ കൊണ്ടുവരണമല്ലേ നിങ്ങൾക്ക്? എന്റെ ചിപ്പിനെ ഉപദ്രവിക്കണമല്ലേ നിങ്ങൾക്ക്? നോക്കിക്കോ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ എന്റെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളിവിടുന്ന് പുറത്താകും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവിടുന്ന് പുറത്തായിട്ട് പോയിക്കോ. നിങ്ങൾ എനിക്ക് കാണണ്ട, വെറുത്തു നിങ്ങളെ, വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെ പറയാണ് ആദ്യം. അയ്യോ മോനെ, ഞാനൊന്നും ചെയ്തില്ല, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. ഒരു തെറ്റിദ്ധാരണയില്ല. മര്യാദക്ക് നിങ്ങളായിട്ട് ഇവിടുന്ന് പോണോ അതോ നിങ്ങളാണ് ചിപ്പിന് ഉരുട്ടിയിട്ടെന്ന് ഞാൻ പറയണോ എന്ന് പറയാണ്. അങ്ങനെ പേടിച്ച് വിറച്ച് മഞ്ജുമ പോകാൻ വേണ്ടി നിൽക്കുവാട്ടെ. എന്നാലും നിനക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ വന്നല്ലോടാ മോനെ, ഞാൻ അങ്ങനെ ചെയ്യൂടാ, നീ എൻ്റെ അനിയന്റെ സ്വന്തം മോനല്ലേടാ എന്നൊക്കെ പറയാണ്. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ഉടായിപ്പാണെന്ന്. പിന്നെ എൻ്റെ മമ്മിയുടെ കൂടെ ചേർന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ വലിയ കാര്യമുണ്ടെന്ന്. എന്തായാലും നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോണില്ല. എൻ്റെ ഡാഡിയുടെ കൂടെ ഇഷിതാമയെ വാഴുള്ളൂ. ഇഷിതാമയും ഡാഡി ഒരുമിച്ച് ജീവിക്കും, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങിപ്പോ എന്നൊക്കെ പറയണം. അങ്ങനെ ആദ്യ കാരണം തന്നെ നമ്മുടെ മഞ്ജുമ ഇറങ്ങിപ്പോകാൻ പോവാട്ടോ. കാരണം അങ്ങനത്തെ ഒരു മഹേഷും ഇഷിതയും പ്രതികരിക്കുന്നില്ല. അവർക്ക് അറിയാമെങ്കിൽ പോലും അവർ പ്രതികരിക്കില്ല കേട്ടോ. കാരണം മഞ്ജുമക്ക് അത് വേണം. അതുകൊണ്ട് തന്നെ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.